ചെയ്യണം. ചെറിയൊരു എന്താ പറയാ സർജറി പോലെ കാലത്ത് ഒരു വണ്ടേ പറഞ്ഞ കാലത്ത് കാര്യങ്ങള്. അപ്പൊ പക്ഷെ അതിന് ഫണ്ട് പറഞ്ഞത് എത്ര ആ ഡോക്ടറിന്റെ ഇതെല്ലാം കൂടിയിട്ട് 89,000 രൂപയും പിന്നെ പ്ലസ് അവിടെ അഡ്മിറ്റ് ആവണതും കാര്യങ്ങളൊക്കെയാണ്. അത്ര പറഞ്ഞു. രാജാവ് രാജാതിരാജൻ വീരാതി വീരൻ വീരേന്ദ്രൻ സ്കൂളിലും മിടുക്കനാണ്. കുട്ടിയുടെ വീടൊന്നും സഹിക്കാൻ വയ്യാതെ അമ്മ വീട് വിട്ടു പോയി. ആ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യെസ് ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. നമ്മളെ ചിമ്പനെ ചിമ്പൻ വ്ളോഗാണ്. ചിമ്പ വ്ളോഗല്ല, ചിമ്പുനെ ചെറുതായിട്ട് കുറച്ച് വാവ് വന്നു. അപ്പൊ ചിമ്പുനെ ഇന്ന് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമ്മുടെ എന്താ പറയാ രോഗിനെ കാണാല് രോഗി ഉലാത്താൻ പോയി. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. അപ്പൊ ഞങ്ങള് കാലത്ത് കഴിഞ്ഞിട്ട് ചിമ്പുനെ കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇതേ ഒരു വാവുള്ള ആളോട് ഇരിക്കുന്നുണ്ട്. വാവ് മാറി വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് അടുത്ത ആൾക്ക് വാവ് പോയി. ഇവിടെ ഒരാൾക്ക് വാവുമാണ്. വ്ളോഗ് തുടങ്ങുമ്പോഴേ വാവു കഥയാണ്. വാടോ എന്താണ് 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 അപ്പൊ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ പൊന്നോ അടുക്കളയിൽ നിന്ന് മരണപ്പാച്ചിലായിട്ട് ഓടി നടക്കുന്നുണ്ട്. പൊന്നോ രോഗികളാണ് മൊത്തം ഇന്ന് രോഗികളുടെ വീഡിയോ ആണ്. അതെ, അവിടെ ആദിസിന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഫുള്ള് വയ്യായി കാര്യങ്ങളാണ്. അതെ, അവനെ പെട്ടെന്നൊരു ദിവസം നമ്മള് വെട്ടിക്കാട് പള്ളിയിൽ പോയി വരുന്ന സമയത്ത് ആ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ പെട്ടെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ നമുക്ക് എന്തിട്ടാ ഇങ്ങനെ ആക്കിയിട്ട് കരയുണ്ടോ. അപ്പൊ നോക്കിയപ്പോ അവന് പല്ലിന്റെ ഉള്ളിൽ വേദന എടുത്തിട്ട് അവൻ കരയുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അവനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ഞങ്ങള് പിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ ഡോക്ടർ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഡോക്ടർ ഇല്ല, തൽക്കാലം അവന് വേദന വേണം, മരുന്ന് തരാം, രാവിലെ വന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് അവര് പറഞ്ഞ മരുന്ന് നമ്മൾ മേടിച്ചു കൊടുത്തു. പിന്നെ അവൻ സമാധാനമായിട്ട് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ കിംസിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവന്റെ പല്ലിന് വേദനയായിട്ട് ആ പല്ലിന്റെ ഉള്ളില് പല്ലില് അണപ്പല്ലുകള് മോളിലത്തെ അല്ല, ഒരു 5 പല്ല് മോളിലത്തെ കേടാണ്. കേട് മീൻസ് നമുക്ക് അറിയായിരുന്നു മോളില് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് വേദനയൊക്കെ കഴിഞ്ഞപ്പോ കൊണ്ടുപോയപ്പോ ഒരു പല്ലിനുണ്ടായിരുന്നല്ലോ, ബാക്കി എല്ലാ പല്ലിലേക്കും അത് പിടിച്ചു. അപ്പൊ അവര് വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ റൂട്ട് കനാല് ചെയ്യണം. അപ്പൊ റൂട്ട് കനാല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ ചെയ്യണം. ചെറിയൊരു എന്താ പറയാ സർജറി പോലെ കാലത്ത് ഒരു വണ്ടേ പറഞ്ഞ കാലത്ത് 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 2 മണിയാകുമ്പോ ഡിസ്ചാർജ് ആവണ രീതിയിലുള്ള കാര്യങ്ങള്. അപ്പൊ പക്ഷെ അതിന് ഫണ്ട് പറഞ്ഞത് എത്ര ആ ഡോക്ടറിന്റെ ഇതെല്ലാം കൂടിയിട്ട് 89,000 രൂപയും പിന്നെ പ്ലസ് അവിടെ അഡ്മിറ്റ് ആവണതും കാര്യങ്ങളൊക്കെയാണ്. അത്ര പറഞ്ഞു. നമ്മളെ ആലോചിച്ച് വന്നിട്ട് എനിക്ക് ഒന്നാമത് അനസ്തേഷ്യാന്ന് കേൾക്കുന്നതേ പേടിയാ. കാരണം പല സ്ഥലങ്ങളിലും നമ്മള് കേട്ടിട്ടുണ്ട്. എന്നിട്ടാ അനസ്തേഷ്യ കൊടുത്ത് ഈ ഡെലിവറിക്കൊക്കെ പോണ ഓരോ പെണ്ണുങ്ങള് പിന്നെ എണീറ്റില്ല, ഒരു മരുന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് പേടിയാ. ഒന്നാമത്തെ അത്. 2 ഇവന്റെ ഈ പല്ല് ഇവനാകെ 3 വയസ്സായിട്ടുള്ളൂ. എന്തായാലും പല്ല് പോയി വരാനുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം. പിന്നെ നമ്മള് കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോഴും കുറെ കുട്ടികൾക്ക് ചിലപ്പോ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവൻ പല്ല് തേപ്പിക്കാനായിട്ട് യുദ്ധം നടത്തണം. പല്ല് തേപ്പിക്കാനായിട്ട് ഒരു മറ്റേ വായ തുറക്കൂല, അതിന് മുന്നില് നാളെ കാണിച്ചാടി കാര്യങ്ങളൊന്നും കഴിക്കുന്ന കുട്ടിയല്ല. ഒരുപാടൊന്നും അങ്ങനൊന്നും കഴിക്കില്ല. പക്ഷെ 3.5
3 വയസ്സിലെ തൊട്ടാണ് അവൻ പിന്നെയും ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ടല്ല ചോക്ലേറ്റ്. ചില പിള്ളേര് പല്ല് കേട് വരുന്നത് അങ്ങനത്തെ, ഇവനതൊന്നല്ല. അവൻ നമുക്ക് വാ തുറന്ന് തരില്ല പല്ലേക്ക്. എത്ര നമ്മൾ യുദ്ധം കാണിച്ചാലും ഒരു രക്ഷയും. തുമ്പത്തെ നമ്മള് തേക്കാൻ പറഞ്ഞ പാടും കയറും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളിപ്പോ 3 മാസത്തേക്ക് ഇപ്പൊ വേദന ഇല്ലാണ്ട് ഇനി വേദന വരാതിരിക്കാൻ മരുന്നൊക്കെ 2 ദിവസത്തേക്ക് മരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് സൈഡിൽ ഒതുങ്ങി ആശ്വസിച്ച് വരുമ്പോ അതേ കിടക്കണം. അടുത്തത് അവന്റെ കണ്ണ് റെഡിഷ് കളർ, ഭയങ്കര റെഡിഷ് കളർ. ഞങ്ങള് പേടിച്ചു പോയി. ദൈവമേ ഇത് എന്ത് പറ്റി, അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. പിന്നെ അത് ഫുള്ള് റെഡായി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, അല്ല ഒരു സൈഡിൽ നിന്ന് റെഡായിട്ട് ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കൈ എങ്ങനെ തട്ടിയതാവും. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കൈ തട്ടോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ ഇപ്പൊ പോകുമ്പോ എന്തെങ്കിലും പിള്ളേരുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോന്ന് എടുത്തെറിയുമ്പോ ടോയ്സ് വല്ലതും കൊള്ളേ. അപ്പൊ ഞങ്ങള് ചെങ്കണ്ണാണെന്നാ വിചാരിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതല്ല, ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ചെങ്കണ്ണാണെങ്കിൽ പകരും അല്ലെങ്കിൽ തിരുമ്പും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചെങ്കണ്ണല്ല, പക്ഷെ ഒരു ഇൻഫെക്ഷൻ പോലെ. അപ്പൊ എന്താ വെച്ചാൽ പക്ഷെ ഇവന് തിരുമ്പലോ പാട കെട്ടലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ 1 hour കൂടുമ്പോ അവന് ഡ്രോപ്പ് പോയിക്കണം കണ്ടില്ല, അത്രേ ഉള്ളൂ. ഇവന് വേറെ കാലി വീട് മുളച്ചിടല് സ്കൂളിൽ പോകണ്ടാണ്ടിരിക്കല് മാത്രമുള്ളവന്. പിന്നെ ഉറങ്ങുമ്പോ ഒരു സാധനം ഒഴിക്കും. പക്ഷെ അത് 3 ദിവസമായപ്പോ തന്നെ അത് പോയി. പിറ്റേ ദിവസം ഈ കണ്ണിലേക്ക് വന്നു. പക്ഷെ അത് ഈ മരുന്ന് വെച്ചപ്പോ ഒരു 3 ദിവസം കൊണ്ട് 3-4 ദിവസം കൊണ്ട് തന്നെ അത് മാറി. അത് കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ നോക്കുമ്പോ മേല് മുഴുവൻ ഭയങ്കരമായിട്ട് തടിച്ചു പൊന്തി, പൊന്തിട്ട് റെഡിഷ് കളറില്, ചെറിയ 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 റോസ് കളറില് മേത്ത്, മുഖത്താണ് ആദ്യം കണ്ടവന്റെ, എല്ലായിടത്തും കണ്ടു. അപ്പൊ ഞങ്ങള് ചോദിച്ചു പല്ല് കഴിഞ്ഞു, കണ്ണ് കഴിഞ്ഞു, ഇതേ അടുത്തത്. അപ്പൊ ഞങ്ങക്ക് പേടിയായി. ഞങ്ങള് വിചാരിച്ചു അവൻ തക്കാളി പനി, ഞാൻ 5-ാം പനിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പേടിച്ചു. പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് അവിടെ പോയിപ്പോ ഡോക്ടർ പറഞ്ഞു തക്കാളി പനിയും അല്ല 5-ാം പനിയും അല്ല, അത് കുഞ്ഞുള്ള മേത്ത് വരുന്ന റാഷസ് ആണ്, അത് കുഴപ്പമില്ല, ഒരു ലോഷൻ മതി, അത് പറ്റിയാൽ മതി, വേറെ കുഴപ്പമില്ല. ഇവനോ ചൊറിച്ചല അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടാ, ദൈവം സഹായിച്ച. അതല്ലെങ്കിൽ പെട്ടുപോയത് അവന് ഈ കണ്ണുമ്പോ വന്നിട്ട് ഇത് വന്നിട്ടൊന്നും അവന് കരച്ചില പ്രശ്നങ്ങളൊന്നുമില്ല. അവന് സ്കൂളിൽ കാട്ടിരുന്നപ്പോ അവന് ഹാപ്പി ആയി. പക്ഷെ ഒരു 4 ദിവസം ഇവിടെ ഇരുന്നപ്പോ വീട് 400 യുഗം ഇരുന്നതിന്റെ തുല്യായി. അതോടുകൂടി എനിക്ക് വയ്യാണ്ടായി. അവനെ നോക്കി 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 എനിക്ക് ഡെയിലി തലവേനി. പിന്നെ എന്താ പറയാ, സിറ്റോട്ടി പതിയെ ഇരിക്കുന്നു രാജാവ്, രാജാതി രാജൻ, വീരാതി വീരൻ, അതന്നെ വീരേന്ദ്രൻ. അപ്പൊ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്ര അപ്പൊ അങ്ങനത്തെ അത് അപ്പൂന് പിന്നെ നീരുവീഴ്ചയും പനിയും ചുമയും വന്നു. പിന്നെ എനിക്ക് നീരുവീഴ്ചയും ചുമയും വന്നു, പനിയായിട്ടില്ല വന്നു. അപ്പൊ മൊത്തം ഈ മാസം ഞങ്ങൾക്ക് ഒരു പൊട്ട മാസമായിരുന്നു. നമ്മുടെ പരസ്യം കിട്ടുന്ന സാധനം നിങ്ങള് പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല സാധനമാണ്. നിറച്ച് നമ്മള് ചെരുപ്പുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ലോക്കഡ് ആയതുകൊണ്ട് ലോക്കാണ് അല്ലെങ്കിൽ. അപ്പൊ ആ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല ഐറ്റാണ്. വെയിലും മഴയും കൊണ്ടാലൊന്നും നമുക്കൊരു പ്രശ്നം വരില്ല. പിന്നെ ലോക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പൊ അതൊന്ന്. പിന്നെ അപ്പൊ നമ്മുടെ എല്ലാം കൊണ്ടും ഒരു പൊട്ട മാസം തന്നെയായിരുന്നു. പിന്നെ എന്റെ വാവുകളുടെ മാസം. എന്റെ അനുജത്തിനെ അറിയാം നിങ്ങക്ക്. അവള് നിജുട്ടി, അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് അവൾ ഇരിക്കുകയായിരുന്നു. ആ സംഭവം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നോർമലി വിളിക്കുന്ന പോലെ വെറുതെ വിളിച്ച് പിള്ളേരായിട്ട് സംസാരിക്കുമ്പോ ആണ് അവളപ്പുറത്തെ സൈഡിൽ കിടന്ന് ആപ്പിള് തിന്നുന്നുണ്ട്. അപ്പൊ വെച്ച് ചോദിച്ചത് എന്ത് നീ ആപ്പിളൊക്കെ തിന്നണേന്ന് ചോദിച്ചപ്പോഴാണ് പിള്ളേര് പറഞ്ഞത് ഒരാള് പോയിട്ട് തലകുത്തി പറഞ്ഞിട്ടൊക്കെ വന്നേന്ന്. വണ്ടിയില് ബൈക്കില് ക്ലാസ്സിൽ കഴിഞ്ഞ് അവള് വേറൊരു ടീച്ചറും കൂടി വരുമ്പോ, അവള് ടീച്ചറാണ് വിമൽ ജ്യോതിയില്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയി വണ്ടി ഇടിച്ച് വീണു. അപ്പൊ ആ ടീച്ചറുടെ കഴുത്തില് മറ്റേ എന്താണ് കോളറൊക്കെ ഇട്ടിട്ട് മറ്റേ ടീച്ചർക്ക് ആയി. ദൈവം എന്തോ സഹായിച്ച അവൾക്ക് കൈമീൻ കാൽമീൻ ഈ സൈഡിലോ അങ്ങനെയൊക്കെ ചെറിയ പൊട്ടലും സംഭവങ്ങളൊക്കെ ദൈവമായിട്ട് വന്നുള്ളൂ. അപ്പൊ തന്നെ അവരുടെ ബോധം അവിടെ വെച്ച് പോയി. അപ്പൊ അവരൊന്നും നമ്മളോട് പറഞ്ഞില്ല. അപ്പൊ നമ്മളങ്ങനെ യാദൃശ്ചികമായിട്ട് പിള്ളേരായിട്ട് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ അവള് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ചോദിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ 3 ദിവസമായിട്ട് മമ്മിക്ക് കിഡ്നിയില് ചെറിയ കംപ്ലൈന്റ്, സ്റ്റോൺ സംഭവങ്ങൾ വന്നിട്ട് മുന്നു വന്നിട്ട് അത് ആയുർവേദ ചികിത്സയിൽ അലിയിച്ച് കളഞ്ഞതാണ്. ആപ്പിള് ഒക്കെ കൊടുത്തു പോയത് സിസ്റ്റർമാര് അലിയിച്ച് കളഞ്ഞു. 6 കിലോ ആപ്പിള്
ചോദിച്ചിട്ട് പപ്പ പാവം. ഞാൻ അപ്പോഴേ ചോദിച്ചായിരുന്നു, അന്ന് ഞങ്ങള് ബാംഗ്ലൂർ അങ്ങടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു പൊന്നിനോട്, ഇതാ ആപ്പിളൊക്കെ വെച്ചിട്ട് ഉരുക്കി കളയാൻ പറ്റുമോ? അപ്പൊ ഇവൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ പക്ഷെ അന്നത്തെ അത് ഉരുക്കി കളഞ്ഞ കല്ലൊക്കെ എടുത്ത് അവര് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പുറത്തുള്ള ചെങ്കല്ലങ്കാലായിരിക്കും. പക്ഷെ ഈ കല്ലും കാര്യങ്ങളൊക്കെ പിന്നെയും വരുന്നാണ് പറയണ പോയാലും. അപ്പൊ അറിയില്ല. അപ്പൊ ഇപ്പതേ മമ്മിക്ക് നിങ്ങക്ക് അറിയാം, ഇപ്പൊ മമ്മിയും പപ്പിയും പോയി ഇവിടെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള വീഡിയോസും പോയ വീഡിയോ ഒക്കെ ഇപ്പൊ ഒരു കൊല്ലങ്ങളാവളായി അവര് വന്നു പോയിട്ട്. അവരിവിടുന്ന് പോയ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ മമ്മിക്ക് നമ്മളറിയണവര് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന്. മമ്മി ആയുർവേദം മാത്രം ചെയ്യുന്ന ആളാണ്, മറ്റു മരുന്നുകളൊക്കെ പേടിയുള്ള ആളാണ്. കാരണം അത് ആവശ്യത്തിലേറെ പപ്പ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ മമ്മി ഡോക്ടറെ കാണിച്ചപ്പോ അവര് സർജറി ചെയ്ത് കല്ലെടുത്ത് കളയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞേക്കണേ. മമ്മി കൈകാലം വരച്ച് പേടിച്ച് ഒന്നും കഴിക്കാണ്ട് വിറച്ച് തലയിറങ്ങി നടക്കുന്നു മമ്മി. അപ്പൊ നിങ്ങളെല്ലാവരും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു നന്നായി കണ്ണ് തട്ടുന്നുണ്ട് നിങ്ങൾക്ക്. നന്നായി കണ്ണു തട്ടുന്നത് നമുക്ക് തന്നെ അറിയാതെ ഫീൽ. ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഇപ്പൊ ഫാമിലിയിലേക്കാണെങ്കിലും. അപ്പൊ നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവര് നമുക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ നന്നായി ഇരിക്കാൻ ഒരുപാട് പേര്. ആ ബിജു പവിത്രം എന്ന് പറഞ്ഞ ചേട്ടനെങ്കില് ആളൊക്കെ എന്തൊരു ഭയങ്കര ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ണ് ഒരുപാട് പേര് പറയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അപ്പൊ നമ്മൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. ഈ വാവു മാസം ഈ മാസം എല്ലാവർക്കും കർക്കിടക മാസത്തില് വരാറ്, ഞങ്ങൾക്ക് എല്ലാ മാസം ഉണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ഒരു ആശ്വാസ മാസം അല്ലെ. കുറച്ചെങ്കിലും ഒരു ഹാപ്പിനെസ്സും അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങളത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും എന്താ ഇവിടെ മൊത്തം. അപ്പൊ വീട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അവർക്കാണെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ എങ്ങനെ. ഇന്നലെയൊക്കെ കട്ട തലവേദനയായിരുന്നു എനിക്ക്, ഡെയിലി തലവേദനയാണ്. അപ്പൊ ആദീസിന് ഇത്രയും അടുപ്പിച്ച് ഒരു വയ്യായികള് വരുന്നത് ആദീസിന് ഇപ്പോഴാണ് അല്ലെ. ചുമയോ നീരിവിച്ചോ അങ്ങനത്തെ ഇങ്ങനെ ഇതിപ്പം വേറൊന്നുമില്ല, അലർജി കാരണമാണ്. ഞങ്ങളെ അപ്പോഴും ദൈവം നമ്മളെ കൈ വിട്ടില്ലേ. ഇത് 5ാം പനിയോ അല്ല അങ്ങനത്തെ ആണെങ്കിൽ സമയം എടുത്ത് തന്നെ. അങ്ങനെയൊക്കെ ആയിരുന്നത്തെ ഒരു അവസ്ഥ. ഇതിപ്പോ എന്തിനാ പനിക്ക് അലർജി ആയിട്ട് വന്ന കാരണം ആ പനി പോണോട് കൂടെ അതും പോയി. ബോഡിയിൽ പനിക്കലോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചെറിയൊരു റാഷസ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവണില്ലേ ഇങ്ങനെ ഓരോ ഉണ്ടാവും. അതിപ്പോ എന്റെ ഓഫീസിൽ വേറെ പ്രമോദിന് ഉണ്ണിക്കും ഉണ്ടായിന്ന് പറഞ്ഞു പനി വന്നപ്പോ. പോലെ എങ്ങനെ ആയിരുന്നെങ്കിൽ 5ാം പനിയോ കളപ്പനിക്കായിരുന്നെങ്കിൽ ഇവനെ സംബന്ധിച്ച് ഇവൻ മരുന്നും കഴിക്കില്ല. ഇവൻ മറ്റേ ഒരു സ്ഥലത്ത് ഇരിക്കി കണ്ണില് മരുന്ന് നോക്കാൻ പറ്റാ യുദ്ധം ചെയ്താലും കണ്ണില് എവിടേക്ക് പോണേന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അവ അങ്ങനെ ഒന്നും ഇരിക്കില്ല. അങ്ങനത്തെ അപ്പൊ ഈ ലോഷം പറ്റാൻ ഇഷ്ടമാണ്. അത് അവന്റെ ബേബി ക്രീമാണ് അവന്റെ വിചാരം. അപ്പൊ അങ്ങനത്തെ ഒരു വാവു മാസാണ് അത്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചിമ്പുനും നന്നായി കണ്ണ് കിട്ടിയിട്ടുണ്ട്. ചിമ്പുന് വേറൊന്നല്ല, അവന്റെ ഈ ചെവിമത്തെ അതേപോലെ കഴുത്തിന്റെ ഇവിടത്തെ. പിന്നെ അപ്പൊ അത് നമുക്ക് ഡോക്ടറെ കാണിക്കണം. പിന്നെ പക്ഷെ എന്തിനാ ചിമ്പു ഫുള്ള് സാഡാണ്. ചിമ്പു കൂടി ഇരിക്കുന്നുണ്ട്, ചിമ്പു ഫുള്ള് സാഡാണ്. കണ്ട ചിമ്പാ ആള് ഞാനിവിടെ ഉള്ളപ്പോ ചിമ്പാണ് എപ്പോഴും കാവലാണ്. അതിപ്പോ ഈ കുറുവ സംഘമൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങിന്ന് പറയുന്നുണ്ട് ഗൈസ്. അറിയില്ല ഞങ്ങള് ചിമ്പുള്ളത് കണ്ട ചിമ്പന്റെ ഇവിടെ കണ്ട ഇത് ചെവിടിന്റെ പുറകില് ചെവിട്ടില് ഹെയർ പോവാ. ചെവിടിന്റെ പുറകില് ഹെയർ അത്രയുള്ള വീഡിയോ. എന്റെ പൊന്നെ, ഒരാള് ആന കളിച്ചത്. ഇവിടെ ഒരാള് ഞാൻ കുഞ്ഞിരുന്നപ്പോ ചാടി വന്ന് കേറി. ഹായ് എന്ന് പറഞ്ഞ ഹായ് എന്ന് പറഞ്ഞാതി. അപ്പൊ നമ്മുടെ ചിമ്പുവിന്റെ ഇതിലൊക്കെയാണ്. നിക്കറ കാണിച്ചു കൊടുക്കട്ടെ. കുഞ്ഞ് സ്കിന്ന് രോമൊക്കെ അപ്പൊ അതാണ് ആദ്യ മാത്തിലേക്ക് പ്രഡിഷൊക്കെ പോയി സെറ്റായി. ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയാൽ എന്റെ കൂടെ വരുന്നില്ല. പണ്ട് വണ്ടി എടുക്കുമ്പോഴേക്കും ഓടി വരും. ഇപ്പൊ വാ ചാച്ചാ പൊന്നു വാ ചാച്ചാ. ചിമ്പിടുവിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ഏറ്റവും ഹാപ്പിനെസ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അവൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ കളിച്ച്
നമ്മളെ കൂടെ ഇരുന്ന് അവന്റെ സന്തോഷം കണ്ടു ഇപ്പൊ ഒരുമിച്ചിരുന്നപ്പം. പിന്നെ അവന് ഇഞ്ചക്ഷൻ കൊടുക്കണ സമയമായി. അപ്പൊ ഇഞ്ചക്ഷൻ കൊടുക്കണം. പിന്നെ അവന്റെ ചെവിടിന്റെ പുറകില് അയറ് തിരിച്ച് പോകും. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോവാന്ന് വിചാരിക്കണേ. സന്തോഷം കണ്ട അവന്റെ കളി. അപ്പൊ നമ്മള് പറഞ്ഞത് എല്ലാവരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ഈ വാവു മാസത്തിൽ നമ്മുടെ ചിമ്പുനെ വരെ വിട്ടിട്ടില്ലേ? ചിമ്പുന് കുറുവാ സംഘമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഒരുപാട് പേരോട് ഈ പോലീസുകാരാണെങ്കിലും ഒരുപാട് നമ്മള് മുൻകരുതൽ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനെ പാട്ട് വെച്ചു കൊടുക്കുന്നത് ചേട്ടൻ വെച്ചേരും. ചേട്ടന്റെ കൂടെ പൊക്കോ. അതില് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ ഇടയില് നല്ല വെയില് കണ്ട ദിവസം 2-3 ദിവസത്തിന് ശേഷം അപ്പൊ ബ്ലാങ്കറ്റുകളും പുതപ്പുകളും കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെയില് കണ്ടപ്പോ. അപ്പൊ കുറുവ സംഘത്തിന് ഇത് ചെയ്യാൻ പുറത്ത് അവര് വന്ന പൈപ്പ് തുറന്നിടുന്ന ശബ്ദം ഉണ്ടാക്കി വെള്ളം പോണ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കുറുവ സംഘത്തിലെ ആൾക്കാർ വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫുള്ള് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പൊന്നൊക്കെ എടുക്കാറ്. കരാട്ടക്കാരനായ മോണ്ട് ജിമ്മനുണ്ട്. ഞാൻ എന്റെ മാതാവിനെയും എന്റെ ചിമ്പുവിനെയും ട്രസ്റ്റ് ചെയ്തിട്ടോടെ ഇരിക്കണം. അല്ലാണ്ട് ഈ 2 എനിക്കറിയില്ല. പിന്നെ അല്ല ഞാൻ പറയാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എത്തി. ഇവരെന്ന് പറഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ഉപദ്രവിക്കണവരാണ്. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ കാട്ടി കഴിഞ്ഞാൽ ചിലപ്പോ കഴുത്തിന് തലി ഉണ്ടാവില്ല. മിണ്ടാണ്ട് അവര് എന്തിട്ട് ചെയ്തിട്ട് പോക്കോട്ടെ. എതിർക്കാൻ നിന്നാലാണ് പണി പാളത്. ചിമ്പു ബോൾ കളിക്കുന്നു. നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാല് ചിമ്പു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പൈപ്പ് തുറന്നിട്ട് വെള്ളം വീണ ശബ്ദം ഉണ്ടാക്കും. 1 മണി to 3 മണി 4 മണി പുലർച്ചക്കുള്ളിലാണ് അവരുടെ പരിപാടി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഈ ശബ്ദം കേൾക്കുമ്പോ ഫ്രണ്ട് ഡോറിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പൊ അവര് ബാക്കിൽ കൂടെ കയറും. പിന്നെ കുട്ടികൾ കരയണ ശബ്ദം റെക്കോർഡ് ഇടും. ഇവിടെ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയണേ. വർക്കല ഭാഗത്തേക്ക്. അപ്പൊ അതിനുള്ളിൽ ആദ്യം എടുത്തിട്ടപ്പോ ഇരിപ്പ് നമ്മളെല്ലാവരും. അപ്പൊ പോലീസുകാർ അതിന് പറയണ കാര്യം എന്ത് ശബ്ദം കേട്ടാലും ഒരു കാരണവശാലും നിങ്ങൾ ജനലേക്കൂടെ പതുക്കെ നോക്കുക. എന്തെങ്കിലും ഇവരുടെ ഒരു ശരീരപ്രകൃതിയും ഹൈറ്റും അർദ്ധനഗ്നരായിട്ട് കുറച്ച് വസ്ത്രമുള്ളതൊക്കെ ടി വിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് പറയുന്ന നമ്പർ ഉണ്ടല്ലോ 112. എനിക്കറിയില്ല. നീ പറഞ്ഞ 102 അവൾക്ക് തന്നെ അറിയില്ല. എന്നിട്ട് അപ്പൊ അതിലേക്ക് അത് കൺട്രോൾ ആയിരിക്കും തോന്നുന്നു. അവരെ വിളിക്കുക. അതുപോലെ ഒരു കാരണവശാലും ഡോർ തുറക്കരുത്. പിന്നെ അവര് വലിയ പാറയൊക്കെ വെച്ചിട്ട് ഡോർ ഡയറക്റ്റ് അടിച്ച് തകർത്ത് അന്തം വിട്ട് നിൽക്കണതിന്റെ ഇടയിൽ അവര് കാര്യം കഴിഞ്ഞ് പോവും. അപ്പോ നമ്മളതൊക്കെ ശ്രദ്ധിക്കാനാ പറയണ. പിന്നെ വീടിന്റെ അകത്ത് എപ്പോഴും ലൈറ്റ് ഇടുക. വീടിന്റെ പുറത്ത് നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ, ഗേറ്റ് ലൈറ്റോ അല്ലെങ്കിൽ മറ്റു ലൈറ്റുകൾ ഇടുക. പിന്നെ എന്താ പറയാ, ബാക്ക് ഡോറിന്റെ അവിടെ സ്റ്റീൽ പാത്രങ്ങള് ഇങ്ങനെ വെക്കുക. കാരണം ആ ഡോർ വഴിയാണ്, ബാക്ക് ഡോർ വഴി അവരിതൊക്കെ ഇറക്കുക. അപ്പൊ അങ്ങനെ തുറന്നാൽ നമ്മളെ അറിയാൻ ആ ശബ്ദം കേൾക്കുമ്പോ അവരോടാൻ. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇതിലെ കൂടെ പറഞ്ഞിട്ട് അവർക്ക് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് പേടിക്കണ ഒരു സംഭവമായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തി, വർക്കലയിൽ എത്തി എന്ന് പറഞ്ഞപ്പോ എന്റെ കാറ്റ് വരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല ഗൈസ്. നമ്മുടെ ചിമ്പു ഇവിടെ ഉണ്ട്. അറ്റത്തെ വീട്ടിലൊരാൾ ഇറങ്ങിയ വരെ ഇവിടെ നമ്മുടെ ചിമ്പനാണ് നമ്മുടെ ഇന്നത്തെ താരം. ചിമ്പം ഫുൾ അലർട്ടാണ്. ചിമ്പ ഡോട്ടത്തേക്ക് പോണ്ടേ, കുളിക്കണ്ടേ? എന്റെ അപ്പൊ ചിമ്പനാണ്. അപ്പൊ ഞങ്ങള് ഈ വർഷത്തെ ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയമാവാറായി. അപ്പൊ ഇനി ചിമ്പുന് ഇഞ്ചക്ഷൻ അടിക്കണം. ചിമ്പുന്റെ കുളിപ്പിച്ച് ചിമ്പുന് സെറ്റാണ്. ഇവിടെ കുറുമണിയിലൊക്കെ എന്റെ ചെടി ഇത് കുറുമ്പന്റെ ആളാണ്. 2 ചെടികളുടെ അവസ്ഥ കണ്ട നോക്കിയ നിങ്ങള്. മണ്ണടക്കം ഇങ്ങനെ ഇട്ടു. ഞാൻ എന്തോ ഒടിച്ചു എന്തോ നടാദ്യത് തോറ്റുവിനെ കൊണ്ട് ദൈവേ. പൊന്നു പോലെ നോക്കുന്ന പൊന്നുന്റെ ചെടികളാണ്. ഞാൻ എങ്ങനെയൊക്കെ നോക്കണമെന്നറിയോ? വനാച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നപ്പോ ഫുള്ള് മടിയും കേറി ഫുള്ള് കുറുമ്പോയി. വിച്ചു ബൈക്കെടുത്ത് പോകുമ്പോ എന്നെ കെട്ടി പിടിച്ചിട്ട് ചാച്ചി ചാച്ചി തട്ടിരുന്നു. അയ്യോ അയ്യോ
അയ്യോ ഇനി അതന്നെ ചെയ്യള്ള അയ്യോ അയ്യോ നോ 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 ഏ 1 2 1 2 1 2 3 ada പൊന്നുമണിയെ പൊന്നുമണിയെ ഉയ്യോ പെപ്പോ യെസ് ഇപ്പൊ വിച്ചുന്റെ കൂടെ അല്ല ഗൈസ് ഫുള്ള് ഇപ്പൊ ഫുള്ള് പൊന്നുന്റെ കൂടെ പൊന്നുന്റെ മേത്തണ് മൊത്തം അല്ലേ അടിച്ച് ഇവനെ സ്കൂളിൽ വയ്യാണ്ടായിട്ട് വിടാണ്ട് ഇരുന്നിട്ട് എന്റെ മാതാവേ ഒരു 500 പിള്ളേർന്നാ കൈ ബുദ്ധിമുട്ടില്ലേ ഇവൻ നമ്മുടെ അടുത്ത് മാത്രമാണ് ഇങ്ങനത്തെ വേഷം കെട്ട് കുടുംബമൊക്കെ ഉള്ളു സ്കൂളിലും മിടുക്കനാണ് കുട്ടിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അമ്മ വീട് വിട്ടു പോയി ആ വാർത്തയെ പ്രതിഷ്ഠാടൻകാരെ വിളിച്ച് പറയേണ്ടി വരും നമ്മളുടെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണണം കണ്ടില്ലേ കൈസ് ഒന്നല്ല ലഞ്ചത്ത് കേറുന്നു ചവിട്ടുക ചെറിയ ചെറിയ ഹോബി തലമണ്ടയ്ക്ക് ചെയ്യാൻ പോണത് പൊന്ന് കരയും ചില സമയത്ത് ആദ്യം ചിഞ്ചു അവിടെ ചിഞ്ചുനൊക്കെ മേടിച്ചിട്ടൊക്കെ ഉറച്ചെട്ടി ഒളിവിക്കണത് ആദ്യം നമ്മുടെ ചിഞ്ചു തന്ന റോസപ്പൂ ഉണ്ടായി ഗൈസ് അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാൻ മുന്നോ ഇനി ചിമ്പുനെ കുളിപ്പിക്കട്ടെ ഇവിടെ അവൻ അതന്നെ ചെയ്യുന്നുള്ള വാശിമ പൊന്നുന്റെ അവസ്ഥ ഇവനെന്താ രാവിലെ ജോലിക്ക് പോയിട്ട് പാതിരാത്രിയെ വരിക ഈ വീട് തല തിരിച്ചു വെക്കും ഗൈസ് നമ്മളെ ഒരു റൂം ഞാൻ കഥച്ചു നിങ്ങൾ കേൾക്കാൻ എളുപ്പമല്ലാതെ കാര്യം ഒരു റൂമിലേക്ക് പോയി കഴിഞ്ഞാ പേടിച്ച് പോവാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാലേ ആ റൂമിലെ എല്ലാ ലൈറ്റുകളും ഫാനുകളും എമർജൻസി ലൈറ്റ് ഇട്ട് എല്ലായിടത്തും കത്തും പിന്നെ അവിടുത്തെ ബാത്റൂം തുറന്ന് വെള്ളം തുറന്നിടുക അലമാരികളിലെ എല്ലാ ഡ്രസ്സും താഴ്ത്തിക്ക് ഇടുക നമ്മള് നിസ്സാരം ചിലപ്പോ വല്ലൊരു പൊട്ടെടുത്ത് വെക്കാനൊക്കെ ആവും പോയിന്റെ അപ്പം പേടിച്ചിട്ട് പോയില്ലേ പതങ്ങി പോയില്ല പിന്നാലെ വരും എപ്പോഴത്തെ വലിയ പറയാ വരും ഏത് റൂമേ വലിയ ഇതൊക്കെ അവസ്ഥ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇവന്റെ എല്ലാ കളിക്കോപ്പ് മൊത്തം അതിനുള്ളിലേക്ക് സൈക്കിള് വരാൻ അതിന്റെ ഉള്ളിലിടാൻ ഇയാളാ ഓരോന്ന് തേങ്ങ എടുക്കുന്നുണ്ടോ സാധനങ്ങള് അതിനുള്ളിൽ ഇപ്പോഴും എടുക്കണ്ടാവും ഇന്നലെ വൈകുന്നേരം ഇട്ടത് അയ്യോ ഇത് മുഴുവൻ വലിച്ചെറിയലും വയ്യാണ്ടായി ഇപ്പൊ 2 മിനിറ്റ് അപ്പൊ ഗൈസ് ഇനി ചിമ്പനെ കുളിപ്പിച്ച് ഞങ്ങള് റെഡിയാവും ചിമ്പൻ നിർത്താൻ ചിമ്പ ഇതാരത് കുളിച്ച് ശുണ്ടിയായിട്ട് എങ്ങോട്ടാ പോണ ഡോക്ടറാണ് ചിമ്പുവിന്റെ ലക്ഷറിയസ് ഷാമ്പു എന്റെ മേത്ത് കെട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ അവിടെ 1 മണി തൊട്ട് എത്ര കാലത്ത് 10 മണി തൊട്ട് 12 മണി വരെ പിന്നെ 1 മണി തൊട്ട് 2 മണി വരെയാണ്. അപ്പൊ ഗായ്സ് ഞങ്ങളിതേ പോവാണ്. ഡ്രസ്സൊക്കെ മാറി കുടുംബാംഗങ്ങള് മൊത്തം കൂടിട്ടാ പോണ ചിമ്പുനും കൊണ്ട്. അപ്പൊ ചിമ്പുനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഞങ്ങള്. ഇപ്പത്തെ സമയം 1 മണി ആവാറായി. 2 മണി തൊട്ട് 3 മണി വരെ ഉള്ളു സാറ്റർഡേ. അപ്പൊ അത് വേണ്ട നീ. അപ്പൊ യെസ് പറഞ്ഞ ടാറ്റ എന്ന് പറഞ്ഞ പോവാണ് ഞങ്ങള്. ആ ചമ്പാച്ചന് മാതാവേ അവിടെ മുകളില് അച്ഛനും കൊടുത്ത പോയിട്ട് വീട്ടിലെല്ലാ കളിക്കോപ്പുകളും 2 പോക്കറ്റ് നിറച്ചിട്ടുണ്ട്. ഗുഡ് ബൈ. ഈ പോക്കറ്റ് നിറച്ച സാധനങ്ങളാ. 2 പോക്കറ്റ് മറ്റേ മിലിറ്ററിക്കാര് പോണ പോലെ പോണേ നിറഞ്ഞിട്ട്. അപ്പൊ അപ്പു താക്കോലും പേഴ്സ് കാറിനുള്ളിലുണ്ട്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. താക്കോലുണ്ട് വീടിന്റെ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്.
ഇനി പൊന്നുന്റെ സെർച്ചിങ് ഉണ്ട് എല്ലായിടത്തും. നട്ടന്ന് സെർച്ച് ചെയ്യും. എന്തോ മറന്ന പോലെ ഒന്നും നടന്നില്ല കേട്ടാ. നീ നടന്നോ കൂട്ട്. പഴം അധികം കൊടുക്കാനാട്ടാ കൈസ്, അല്ലാണ്ട് എനിക്കല്ല. തെറ്റിദ്ധരിക്കരുത്. അയ്യോ ഒരെണ്ണം മതി. നമ്മളിതൊക്കെ വ്ളോഗെടുത്ത് കാണിച്ചിട്ടാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇറങ്ങി. ഗായ്സ് നമ്മൾ പോവാണ് ഗായ്സ്. ചിമ്പോ അതിൻ്റെ ഉള്ളുണ്ട്. ഫുൾ ഫാമിലി, ഞാനൊഴികല്ല ഫുൾ ഫാമിലി അതിൻ്റെ ഉള്ളുണ്ട്. പൊന്നപ്പൻ, ആദിപ്പൻ, ചിമ്പപ്പൻ, അപ്പാപ്പൻ. ഏയ് നമ്മളിനി അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ചിമ്പനെ കാണിച്ചു കൊടുക്കും. നമ്മൾ ചിമ്പന്റെ വാവ് മാറ്റും. എല്ലാം ഉണ്ടാവുള്ളേ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ചിമ്പു? അങ്ങോട്ടാണോ പോകുന്നത്? അതി ഹായ്. നമ്മള് ചിമ്പനെ കൊണ്ട് പോയോണ്ടിരിക്കാണ്. ചിമ്പൻ ഇവിടെ ഫുള്ള് ആദ്യം അവൻ ഇങ്ങനെയൊക്കെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കാണും. കുറച്ച് കഴിഞ്ഞാൽ കിടന്ന് തുടങ്ങും. ആ ചിമ്പൻ നമ്മുടെ കാറിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പോവും ഗൈസ്. ചിമ്പൻ എപ്പോഴും നമ്മൾ ടാറ്റ കൊണ്ടുപോകുമ്പോ ഫസ്റ്റ് ഒക്കെ എന്റെ നിൽക്കും, പിന്നെ അങ്ങനെ ഇരിക്കും. ബാക്കി പട്ടികളൊന്നും ചില സമയത്തൊന്നും അങ്ങനെ ഇരിക്കാറില്ല. നമ്മുടെ നിയോ, അപ്പുറത്തെ നിയോ കുട്ടനൊക്കെ അവൻ കാറിൽ കൊണ്ടുപോകുമ്പോ അവൻ എന്നോട് പറഞ്ഞു ചിമ്പൊക്കെ തൃശ്ശൂർക്കൊക്കെ ഇരിക്കും വണ്ടിയിൽ ഇത്രയും ദൂരം എന്നൊക്കെ. ആന്റിക്ക് ഭയങ്കര അത്ഭുതം. ചിമ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും, ഫ്രണ്ട് സീറ്റിൽ ചിലപ്പോ വന്നിരിക്കും, സൈഡുകളിൽ നോക്കി ഇങ്ങനെ ടാറ്റ പോകുന്നതൊക്കെ കണ്ട് നമ്മളെവിടെങ്കിലൊക്കെ വണ്ടി നിർത്തിയാൽ നമ്മുടെ കൂടെ വന്ന് ഇറങ്ങി. അവന് ഭയങ്കര ഇഷ്ടമാണ്. ചിമ്പ് സ്ഥലങ്ങളൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. റോട്ടിൽ വല്ല പട്ടിമ്പോളും ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കും. വണ്ടികളെ കാണുന്ന അവന് ഭയങ്കര സന്തോഷമാണ് ഈ കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചുരുണ്ട് കൂടി ആൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം. തിരിച്ചിങ്ങോട്ട് വരുമ്പോ പിന്നെ ഒരേ ഏരിയയിലൊക്കെ എടുക്കും അവൻ. അവനിപ്പോ എന്തിനാ എവിടേക്കാണ് പോണാവോ അങ്ങനത്തെ ചിന്തിക്കാണ്. ചിമ്പ ഭയങ്കര ഇഷ്ടം. എപ്പ കാറെടുത്ത് നമ്മൾ പോവാന്ന് കയ്യിൽ ആളോടി ഫസ്റ്റ് വന്ന് കേറിയിരിക്കും. നമുക്കപ്പോ വിഷമം തോന്നുന്നതാണ്. ഇപ്പൊ ഇവിടെ വരെ പോവാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോവാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ കൊണ്ടുപോകാല്ലേ. അല്ലാതെ പോകുമ്പോ ബീച്ചിലൊക്കെ പോകുമ്പോ കൊണ്ടുപോകാറുണ്ട്. തിരിച്ചിറക്കുമ്പോ അവൻ നമ്മുടെ മുഖത്തേക്ക് ദയനീയായിട്ട് നോക്കുമ്പോ നമുക്ക് സങ്കടം. പോവാനോടി ഡോക്ടറെ കാണാൻ പോവാനോ ഇഞ്ചക്ഷൻ കൂറ്റാൻ പോവാനോ നോക്കിയിരിക്കണ. വണ്ടി ഡ്രൈവ് ചെയ്യണ ആളാണെന്ന് വിചാരം. ആൾക്ക് അപ്പര മടിയിലിരിക്കണ ആഗ്രഹം. ചിമ്പ് നോക്കണല്ലേ വണ്ടി. അവ എന്തിട്ട് വിചാരിക്കണ്ടാവല്ലേ. എന്താണ് എന്റെ പറ്റി? നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഉള്ളൂർ സോണം ഓഫീസ്. ചിമ്പിടോട്ടറെ കാണാൻ പോവാണ്. ചിമ്പിടോട്ടറെ കാണാൻ പോവാണ്. അതെ കേറിക്കോ. പട്ടിയും കുട്ടിയും എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ 2 മണി തൊട്ടാണ് ഇനി. അപ്പൊ സമയം ഇപ്പൊ 1:15 അതെ. ചിമ്പുന്റെ ആശുപത്രി ഇറങ്ങിക്കോ. നീ പൊക്കോ. മനസ്സിലായി. ഇതിന് മുന്നേ ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കാൻ
ഒരു ഹായ് പഞ്ഞിന്റെ ഇപ്പൊ അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആള് കുറയ്ക്കുന്നില്ല. എത്ര ആൾക്കാരാണ് ആള് കുറയ്ക്കില്ലേ? എന്റെ ഭയങ്കര ടെൻഷനാണ്. അതെ ഇവിടുത്തെ അംഗങ്ങള് കണ്ട ഗൈസ്, ചിമ്പുനെ മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഇതിനെ മാനേജ് ചെയ്യാനാണ് പാട്. വീട്ടിലുള്ള സകല കളിക്കോപ്പുകളും ടവസറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കൊണ്ടു നിക്കാണ്. ചിമ്പു ഗുഡ് പോയിട്ട് പറയണ മുഴുവൻ കേട്ട് ഗുഡ് ബൈ. ചിമ്പു ചീമ്പു ചീമ്പു ചീമ്പു. അപ്പ കാറിന്റെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശബ്ദം കേട്ടിട്ട് ചിമ്പു അന്തം ഒരു ടീച്ചർ അപ്പ എന്നെ ഇട്ടിട്ട് പോയോ ചിമ്പിന്റെ അപ്പ പോയിട്ടാ ഗൈസ്. കണ്ട ചിമ്പന്റെ ഇവിടെ കണ്ട റോസായിട്ട് ഹെയർ പോയി കാണാൻ. പിന്നെ ഞങ്ങൾക്ക് ഇഞ്ചച്ചനും കുത്താണ് ചമയെ. ചീമ്പു പൊട്ടു മാച്ച് കളഞ്ഞ അവന്റെ മോന്റെ കുളിപ്പിച്ചപ്പോ. ഗൈസ് അങ്ങനെ ഞാൻ ചിമ്മിന്റെ കൂടെ നിക്കാണ് ഗൈസ്. ചീമ്പു 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 ചിമ്പു ജോട്ടെത്തിക്ക് വന്നിട്ടാണോ ചിമ്പു? ആ രോമം പോണു ഇവിടത്തേക്ക്. ചെവിയൊക്കെ ഉണ്ടോ റെഡായി ഇവിടെയൊക്കെ പോണ് തന്നെ. എന്താന്നറിയില്ല, നന്നായിട്ട് ചൊറിയുണ്ടവന്. അവനെ ഞങ്ങള് കറക്റ്റായിട്ട് കുളിപ്പിക്കണതും കാര്യങ്ങളൊക്കെ ചെയ്യണതാ. വീടിന്റെ അകത്ത് തന്നെ ആയിട്ട് വളർത്തണതാ. ആ എന്താണോ സംഭവം എന്ന് അറിയണില്ല. ഇത്ര നാളൊന്നും ഇല്ലാത്തത് വന്നേ. ബെൽറ്റൊന്നും ഇടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇത് കുറച്ച് ദിവസം വന്നപ്പോ ഞങ്ങൾ ബെൽറ്റ് ഇട്ടതിന്റെ ആണ്. ബെൽറ്റൊക്കെ ഞങ്ങൾ ഊരി വെച്ചു. പക്ഷെ അപ്പൊ ഇവിടേക്ക് വന്നപ്പോഴേക്കും ചിമ്പാ നമ്മള് ഏഷ്യാനെറ്റിലെ ഗൗരി ശങ്കരം സീരിയലിന്റെ ഷൂട്ടിംഗ് ആണ് ഗൈസ് ഈ നടക്കുന്നത്. കണ്ടോ ഗൈസ്, നമ്മുടെ ചിമ്പുനെ ഇഞ്ചക്ഷൻ കുത്താണ് ഗൈസ്. ചിമ്പ് കയ്യണ്ടാട്ടാ വാവുമാടാനാട്ടാ. ചിമ്പ് കയ്യണ്ട അച്ചോടാ പേടിച്ചിട്ട്. ഇല്ല അച്ചോ നമ്മുടെ ചിമ്പുനെ ഇഞ്ചിച്ച് കുറ്റാനല്ലോ. ചിമ്പുനെ ഇഞ്ചിച്ച് കുറ്റാനല്ലോ. ഇത്രയുള്ളൂ, കഴിഞ്ഞു. ചിമ്പുച്ച് പേടിച്ച് കിള്ളി പോയി. അച്ചിടാന്റെ കണ്ണൊക്കെ റോസായി കരഞ്ഞിട്ട് പേച്ചണ്ട. പോട്ടെ കാലാട്ടാ വൗമാരൂട്ടാ. താങ്ക് യു പഞ്ഞ ഡോക്ടർക്ക് മാഡത്തിനോട് താങ്ക് യു പഞ്ഞ. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഡോക്ടർക്ക് കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് അയച്ചിട്ട് ഡോക്ടർ മരുന്ന് തരാമെന്ന് പറഞ്ഞു. ഓയിൽമെൻറ്റ് പറ്റാനുള്ളത്, പിന്നെ മരുന്ന് എന്താണെന്ന് വെച്ചാൽ തരും. ഇഞ്ചക്ഷൻ ഇപ്പം നമ്മൾ എടുത്തു. അങ്ങനെ ചിമ്പുൻ്റെ പരിപാടി ഇന്ന് കഴിഞ്ഞു അല്ലേ ഗൈസ്. അങ്ങനെ ചിമ്പ് ഗുഡ് ബോയ് ആയിട്ട് പോവാണ്. വാ ചിമ്പു ഗായ്സ്. അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പൊ ചിമ്പുവിന്റെ പരിപാടികളൊക്കെ അതെ ലൈസൻസ് പുതുക്കി കിട്ടി. ചിമ്പുവിന്റെ ലൈസൻസ് പുതുക്കി. ചിമ്പുവിന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അതെ, ഇനി ഡോക്ടറെ കണ്ട ഡോക്ടർ മെസ്സേജ് അയക്കണം. ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടാവില്ല. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആള് കണ്ടിട്ട് മരുന്ന് പറയാന്ന് പറഞ്ഞു. അതെ, എന്താണ് അവന്റെ പാട്ട് വെക്കാനാണ് പറയണേ. ഓഫായ നീയല്ലേ ഓഫ് ചെയ്തേ. ചിമ്പുനെ കാണിച്ചില്ലല്ലോ ഗൈസ്. ചിമ്പുനെ ഇഞ്ചക്ഷൻ അടിച്ച് സങ്കടം മാറ്റാൻ ചിമ്പുന് ഒരു സമ്മാനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അവന്റെ ബർത്ത്ഡേക്ക് ഒന്നും കൊടുത്തില്ല. അതെ, അല്ല ഇതിപ്പോ മറ്റേ ചെയ്യൻ സിമ്പിൾ ചെയ്യൻ
ആ ഗിഫ്റ്റ് ഞാൻ പറയാൻ വേണ്ടിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ. അത് കാണിച്ചിട്ട് പിന്നെ വൈകിട്ട് ചെയ്യാം. പിന്നെ ഈ വിച്ചുവിന്റെ ജിമ്മിലും പടുത്തിട്ട് ഒരു ദിവസം. അപ്പൊ അവന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കുറച്ച് ടോയ്സും എന്നെ കടിക്കണ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. 4 ടോയ്സ് കോംബോ ആയിട്ടുള്ളത്. ഇപ്രാവശ്യം അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ വിച്ചുവിന് ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട് കണ്ടു കിട്ടിയില്ല. ഞാൻ ചിമ്പുവിനനുസരിച്ച് ബോളൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ അവന് കടിക്കാൻ പറ്റുന്ന പോലെ ബോൾ ഞാൻ പോണ അവിടെ കടകളിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവന് ആ സങ്കടം മാറ്റാനായിട്ട് അവന് ചെറിയൊരു ഗിഫ്റ്റ് പോലെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല മേടിച്ചതാണ്. മറ്റേ ബെൽറ്റ് ഇട്ടിട്ട് കൂടെ വരയുമ്പോൾ വേനെടുക്കണ്ടെന്ന് വെച്ചിട്ട് മേടിച്ചതാണ് മെയിനായിട്ട്. അപ്പൊ അത് നമ്മൾ കാണിച്ചു തരാം. ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി വന്നെ. ഈ ഇഞ്ചക്ഷൻ മറ്റേ മസിലിമിക്കൊന്നല്ല, സ്കിന്നിൽ അടിച്ചതല്ല, സ്കിന്നിന്റെ ഉള്ളില്. പക്ഷെ അവൻ പേടിച്ചു. പക്ഷെ ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ കുത്തിപ്പോയി. ഈ ഡോക്ടറൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ അടിക്കുന്ന സുഖമായിരുന്നു. കാരണം വേദന ഇരിക്കില്ല, കുത്തി തീർത്തതൊന്നും അറിയില്ല. അപ്പൊ ചിമ്പനെ കാണാം. സന്തോഷത്തിലാണ്. അവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യം. അവൻ ഒതുങ്ങിയെല്ലാം കണ്ടു കേട്ടിരിക്കുള്ളൂ. അവൻ വീട്ടില് രാജാക്കന്മാരെ പോലെ ഉറങ്ങിയത് പരിചയമുള്ള നമ്മുടെ വീട്ടിലേക്ക് വന്നാലാണ് അവൻ ഭയങ്കര ചീമ്പപ്പന്റെ പുതിയ സാധനമാണ് ഗൈസ്. കണ്ട ഈ രണ്ടും കൂട്ടിയിട്ട് ഒരുമിച്ച് ഇടണം. ഒരെണ്ണത്തിലേക്ക് ഇടരുത്, രണ്ടും കൂട്ടിലേക്ക് ഇടണം. നല്ല കയറല്ലോ. ചീമ്പാനി ചീമ്പാൻ ചീബാറു ചീമ്പൻ. ചിമ്പു കം 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 ചിമ്പു. ഞാൻ പുതിയ ചെയ്യും മേടിച്ചു നോക്കി. ഹലോ സിറ്റ് സിറ്റ് ചിമ്പു സിറ്റ് സിറ്റ് ചിമ്പു സിറ്റ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവാ. വാ കം വന്നേ, ഒരു മിനിറ്റ് വാ, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വാ. സെലിബ്രിറ്റിനൊക്കെ കിട്ടാത്ത പാടാ ചിമ്പു. പാടാ വന്നേ മിനിറ്റ് വാ. ഹലോ ഒന്നുമില്ല, വൈൻഡ് അപ്പ് എടുക്കാൻ വന്നതാണേ. അതെനിക്ക് വേണ്ട. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, അപ്പൊ നാളെ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോഴേക്ക് ചിമ്പു വിത്ത് ന്യൂ വീഡിയോ.